പരസ്യത്തിൽപ്പെട്ടു, ഉറപ്പായും പെട്ടു. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നിയമങ്ങളുണ്ട്. നമ്മൾ കുട്ടിക്കലാശത്തിന് ശേഷം നിശബ്ദ പ്രചാരണമാണ്. ആ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം പത്രത്തിലെ, അതും സമസ്തയുടെ 2 വിഭാഗങ്ങളുടെയും 2 പത്രങ്ങളിലും ആദ്യ പേജിൽ തന്നെ സരിൻ തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവൻ CPM-ലെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആകുമെന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത നേതാവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ മാറാൻ തീരുമാനിച്ചു, ഞാൻ മാറി എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ പോയി കഴിഞ്ഞ ശേഷം പഴയ കാര്യങ്ങൾ, പഴയ പോസ്റ്റുകളെടുത്ത് വാർത്തയാക്കി കൊടുക്കുന്നു. വാർത്തയല്ല, പരസ്യമാണെന്ന് പറയുന്നു. ഇതേപോലെ തന്നെ സരിൻ്റെ പഴയ പോസ്റ്റുകളും അപ്പുറത്തുണ്ട്. അതെടുത്ത് ഇപ്പുറത്തും ആ രൂപത്തിൽ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും അതിനെ കാണുക? അതിലപ്പുറം ഇതിനെ കാണേണ്ടത്, ഇതിപ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ദീപികയിലും സുപ്രഭാതത്തിലും കൊടുത്ത പരസ്യങ്ങളെക്കുറിച്ച്. ആ പരസ്യങ്ങളിലുമുണ്ട് ഏത് മതത്തിൻ്റെ പത്രത്തിൽ കൊടുക്കണമെന്നുള്ള കൃത്യമായ തീരുമാനമുണ്ട്. കാരണം മണിപ്പൂരിനെ കുറിച്ചുള്ള പരസ്യം കൊടുക്കുന്നത് ദീപികയിലാണ്. സുപ്രഭാതത്തിൽ CAA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പരസ്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്, മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിനെ പുച്ഛിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ മതം വെച്ചുള്ള കളിയാണ് ഇപ്പോൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങൾക്കെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ പിണറായി വിജയൻ നടത്തി. അതിനുശേഷം അതിൽ ലീഗിൻ്റെ നേതാക്കൾ ശക്തമായി KM ഷാജിയെപ്പോലുള്ള പ്രതികരിച്ചു. ദേശാഭിമാനി പത്രത്തിൽ ഇന്നലെ വന്ന പ്രതികരണത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും ആ വാർത്തയിൽ ചിലരെ മഹത്വവൽക്കരിക്കുന്നതിൽ UDF-ൻ്റെ വെപ്രാളം മറയ്ക്കാൻ എന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന വാർത്തയിൽ എവിടെയും പാണക്കാട് തങ്ങൾക്കെതിരെ പറഞ്ഞ വാചകങ്ങളില്ല. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും പാണക്കാട് തങ്ങളെയല്ല, ലീഗിൻ്റെ അധ്യക്ഷനെയാണ് താൻ വിമർശിക്കുന്നതെന്ന് വിശദീകരിച്ചുകൊണ്ട് ഇന്ന് വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ കൂടി ആവർത്തിക്കുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നല്ല ലീഗും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോശം ലീഗുമായി മാറിയിരിക്കുന്നു CPM-നെ സംബന്ധിച്ച്. അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. SDPI പോലുള്ള സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് വെക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആവർത്തിച്ച് BJP-യും CPM-ഉം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷീയ വർഗീയതയും ഒരുപോലെ അപകടകരമാണ് എന്ന് പറഞ്ഞു തുടങ്ങി കുറച്ചു കാലമായി. ഈ തെരഞ്ഞെടുപ്പിന് കുറച്ച് മുൻപ് തന്നെ ഇതിനുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. ന്യൂനപക്ഷ വർഗീയതയെ അതേ തട്ടിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് CPM ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമ്മുടെ മുന്നിലെ ചിത്രം? രാജ്യത്ത് തന്നെ 14% വരുന്ന മുസ്ലിം ന്യൂനപക്ഷം, അതിൽ തന്നെ തുലോം തുച്ഛമായി ചിലർ മാത്രം എന്താ പറയുക പങ്കുവയ്ക്കുന്ന SDPI പോലുള്ള സംഘടനകൾ, ഇത് മറ്റ് ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അത്ര തന്നെ അപകടകരമാണ് എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ അവതരിപ്പിക്കുക. SDPI ഇന്ന് ആവർത്തിച്ച് പറയുക. അതേ ആരോപണങ്ങൾ അപ്പുറത്ത് BJP ഉന്നയിക്കുക. ഏതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം കോൺഗ്രസിലേക്ക് വന്നു ചേരാനിടയുള്ള, UDF-ലേക്ക് വന്നു ചേരാനിടയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന ഉദ്ദേശമാണ്. അങ്ങനെ ഭിന്നിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പരസ്യം, ഈ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ന്യൂനപക്ഷത്തിൽ ഒരു സംശയം ഉണ്ടാക്കുകയും ആ വോട്ടുകൾ CPM-ലേക്ക് പോകുകയും ചെയ്യുമെന്നുള്ളതാണോ CPM-ൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രതീക്ഷ എന്നാണ് അറിയേണ്ടത്. അതങ്ങനെയാണെങ്കിൽ അത് ആ രൂപത്തിൽ ന്യൂനപക്ഷം എടുത്തിട്ടുള്ളതാണോ? മുൻപുള്ള അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതെന്ന് കൂടി നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ പാലക്കാട് മേപ്പറമ്പ്, പുതുപ്പള്ളി തെരു, വെണ്ണക്കര, നൂറണി, പേഴുങ്കര, കല്ലേക്കാട്, ജൈനിമേട്, മുനിസിപ്പൽ സ്റ്റാൻഡ് പുറകുഭാഗം, പിരാരി പഞ്ചായത്ത്, പട്ടാണിത്തെരുവ്, ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലേക്കാണ് ഈ കാര്യങ്ങൾ ബാബറി മസ്ജിദ്, സന്ദീപ് വാര്യർ തുടങ്ങിയവ വിട്ടുകൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മൂത്താൻതറ, ജൈനിമേട്, ഒലവക്കോട്, യാക്കര, മുറിക്കാവ്, കണ്ണാടി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത് ഇവിടങ്ങളിൽ ഭൂരിപക്ഷ പ്രീണത്തിൻ്റെ ഭാഗമായി പാണക്കാട് കുടുംബത്തെ കുറ്റം പറഞ്ഞുള്ള പ്രസ്താവനകളും അവിടേക്ക് വേണമെങ്കിൽ എടുക്കാം. രണ്ടും ഇട്ടുകൊടുക്കുന്നുണ്ട്. ഏത് വേണമെങ്കിലും സ്വീകരിക്കാമെന്ന മട്ടിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികരണങ്ങളിൽ എവിടെയെങ്കിലും BJP-ക്കെതിരായ രൂക്ഷമായ പരാമർശങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പൂരം കലക്കൽ വിവാദത്തിന് ശേഷം വന്നിരിക്കുന്ന സംഭവവികാസങ്ങൾ, അവിടെയൊക്കെ എവിടെയാണ് RSS-മായി ബന്ധപ്പെട്ട് കൃത്യമായൊരു മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നിട്ടില്ല. RSS ADGP കൂടിക്കാഴ്ചയിൽ ഒരു രാഷ്ട്രീയ പ്രതികരണം ഇന്നേ നിമിഷം വരെ നടത്തിയിട്ടില്ല. അതിനുശേഷമാണ് ഹിന്ദുവിൽ വന്നിരിക്കുന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായത്. അതിനുശേഷമാണ്, അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയും തന്നെ അതിനുശേഷം ഇതിപ്പോൾ IAS യുദ്ധം വന്നല്ലോ. IAS ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഇവിടെ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയ IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ അതിലൊരു കേസ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിലൊന്നും രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൃത്യമായി വരുന്നില്ല. അപ്പുറത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗം തീവ്ര നിലപാടുള്ളവരാണ് എന്ന് പറയുന്നു. കോൺഗ്രസിൻ്റെ ഓഫീസിന് പുറത്ത് SDPI-ക്കാരാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറയുന്നു. മുസ്ലിം ന്യൂനപക്ഷത്തെ ഒന്നാകെ തന്നെ, അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷത്തെ ഒന്നാകെ തന്നെ SDPI-യുടെ ഒരു ഇത് ചാർത്തിക്കൊണ്ട്
SDP ആണ് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ദിവസം കൂടി, തൊട്ട് തലേ ദിവസം കൂടി ആ തരത്തിൽ പരസ്യം കൊടുക്കാൻ എങ്ങനെയാണ് CPM-ന് സാധിക്കുക? CPM പറയുന്നു, ഞങ്ങൾ ഏത് പത്രത്തിന് കൊടുക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അത് ശരിയാണ്, നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് വിലയിരുത്തപ്പെടുകയും കൂടി ചെയ്യുമെന്നുള്ളതാണ്. ഇതിപ്പോൾ സമസ്തയുടെ 2 മുഖപത്രങ്ങളിലും ആദ്യ പേജിൽ ഈ രൂപത്തിൽ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഹിന്ദുവിലും കൊടുത്തു, മാതൃഭൂമിയിലും കൊടുത്തു എന്ന് പറയുന്നു. അതിൻ്റെ ഒന്നും ലീഡ് ഈ രൂപത്തിൽ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, അത് ജില്ലാ പേജിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പാലക്കാട് എഡിഷനിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാതൃഭൂമിയിൽ എന്നുള്ളതാണ്. അപ്പോൾ അത് സാമ്പത്തിക ചെലവ് കണക്കാക്കിയിട്ടൊക്കെയാണെന്നാണ് MP രാജേഷ് പ്രതികരിച്ചത്. പക്ഷേ അതിലപ്പുറം ഇത് നൽകുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് പ്രധാനം. ന്യൂനപക്ഷം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച്, ന്യൂനപക്ഷ വർഗീയത എന്നൊരു ഭീഷണി സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ആ തരത്തിലുള്ള ഭീഷണിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുക എന്ന് CPM ആലോചിക്കേണ്ടതാണ്. ഈ തന്ത്രം എന്നുള്ളത് നേരത്തെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പ്രതികരണം എന്ന നേരത്തെ VD സതീശൻ പറയുകയുണ്ടായി. ഒരാവശ്യവുമില്ലാതെ ഈ രൂപത്തിലുള്ള പ്രചാരണങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതാരെ സഹായിക്കുമെന്നുള്ളതാണ് നോക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശ്രീധരനെ പരാജയപ്പെടുത്തിയത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെ BJP എത്രത്തോളം ശക്തമാണ് എന്നും അറിയാവുന്നതാണ്. അപ്പോൾ ഇതാരെ സഹായിക്കുമെന്നുള്ളത് CPM കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ്. സഹായിക്കേണ്ടത് ആരെയാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇതിൽ പെട്ടിരിക്കുന്നു. ഇതിൽ കൃത്യമായ മറുപടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടി നൽകേണ്ടി വരും. മറുപടി നൽകിയാൽ അത് കേസ് എടുക്കേണ്ടതാണ്. ആ കേസ് പ്രകാരം പോവുകയാണെങ്കിൽ സെക്ഷൻ 126 പ്രകാരം വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ചട്ടങ്ങൾ പറയുന്നത്. അത് പരസ്യം കൊടുത്തവർക്കെതിരെയാണ് ആ ശിക്ഷ ലഭിക്കുക എന്നുള്ളതാണ്. അതിലേക്കൊക്കെ പോകുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയോട് ചോദിച്ചിട്ട് അതിന് ലഭിക്കുന്ന മറുപടിയായിരിക്കും പ്രധാനം. ഇതെല്ലാം പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂ എന്നുള്ളതാണ് അതിലൊരു സങ്കടകരമായ കാര്യം. Meet the editors.